നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 22 ബുധനാഴ്ചയാണ്. ദിവാലിയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും വിപണി അവധിയാണ്. ഇനി നമ്മൾ നാളെ വിപണിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ചൊവ്വാഴ്ച മുഹൂർത്ത് ട്രേഡിംഗ് വ്യാപാരം നടന്നു. എല്ലാവരും ഈ 1 മണിക്കൂർ നീണ്ടു നിന്ന സെഷനിൽ പങ്കെടുത്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ 52 വീക്ക് ഹൈയിലാണ് നിഫ്റ്റി ടച്ച് ചെയ്തത്. 25,934 ഇന്നലത്തെ ഹൈ ആയിട്ട് വരുന്നത്. പക്ഷേ 25 പോയിന്റ്സ് മാത്രമാണ് ഇന്നലെ ഉയർന്നത്. 2024 0.41% വിപണി ഉയർന്നത്. 2023 0.52%, 2022 0.88% നേട്ടവും 2021 0.49% നേട്ടവും ഒക്കെയാണ് ഉണ്ടാക്കിയത്. അതായത് 8 വർഷത്തിനിടയിലെ ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു നേട്ടമായിരുന്നു നമുക്ക് വിപണിയിൽ ഇന്നലെ മുഹൂർത്ത ട്രേഡിംഗ് ദിവസം കാണാൻ കഴിഞ്ഞത്. ഇനി നാളെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ള ചില വാർത്തകളിലേക്ക് വരാം. സെപ്റ്റംബറിൽ പ്രധാന മേഖലകളുടെ അതായത് കോർ സെക്ടറിന്റെ വളർച്ച 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3% കുറഞ്ഞു. ഇപ്പോഴത്തെ ഈ ഡാറ്റയിൽ കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റീൽ മേഖലയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ സെക്ടർ ഇനി നമ്മൾ പ്രത്യേകം ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. ഇനി കൂടാതെ മറ്റ് ചില മേഖലകൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമന്റ്, ഫെർട്ടിലൈസർ തുടങ്ങിയ മേഖലകളിൽ ഒരു ഇടിവും കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്തയുള്ളത് RBIയുടെ ബുള്ളറ്റിൻ ഇന്നലെയാണ് പുറത്തു വന്നത്. ഉയർന്ന ചെറുകിട സമ്പാദ്യ നിരക്ക് കൈമാറ്റത്തെ പരിമിതപ്പെടുത്തുമെന്ന് RBI ബുള്ളറ്റിൻ പറയുന്നു. കൂടാതെ നിരക്ക് കുറയ്ക്കലിന്റെ കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നും ഈ RBI ബുള്ളറ്റിൻ പറയുന്നു. മറ്റ് ചില വാർത്തകളിലേക്ക് വരാം. അതിനു മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരാം. ദീപാവലി വിൽപ്പനയിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ വിപണി കാണിച്ചിരിക്കുന്നത്. 2025 ദീപാവലി വിൽപ്പന 6.05 ലക്ഷം കോടി രൂപയിലെത്തി. ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വിൽപ്പന കൂടിയാണിത്. ഇത് വർഷം തോറും 25% വർധനവാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിൽപ്പന നോക്കിക്കഴിഞ്ഞാൽ 5.4 ലക്ഷം കോടി സാധനങ്ങളിൽ നിന്നും 65,000 കോടി സേവനങ്ങളിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. 87% ഉപഭോക്താക്കളും ഇന്ത്യൻ നിർമ്മിത സ്വദേശി സാധനങ്ങളാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആവശ്യകതയിൽ ഗണ്യമായ കുറവും ഉണ്ടായിരിക്കുന്നു. 85% വ്യാപാരവും ഭൗതിക വിപണിയിൽ നിന്നും ചെറുകിട വ്യാപാരികളിൽ നിന്നുമാണ് നടന്നിരിക്കുന്നത്. ഇത് പരമ്പരാഗത വ്യാപാരത്തിലേക്കുള്ള ശക്തമായ ഒരു തിരിച്ചുവരവ് കൂടി കാണിക്കുന്നു. നമ്മൾ ഏറെക്കാലമായി ചെറുകിട വ്യാപാരികൾ ഏറെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ അതിൽ നിന്നും വിപരീതമായി കൂടുതലും വ്യാപാരം നടന്നിരിക്കുന്നത് ചെറുകിട വ്യാപാരികളിൽ നിന്നാണ് എന്ന് റിപ്പോർട്ട് കാണിക്കുന്നു. ഗ്രാമീണ അർദ്ധനഗര ഇന്ത്യയിൽ മൊത്തം വ്യാപാരത്തിന്റെ 28% സംഭാവന ചെയ്തു. കൂടാതെ ഈ ഉത്സവ സീസണിൽ ഏകദേശം 5 ദശലക്ഷം താൽക്കാലിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. FMCG മൊത്തം വിൽപ്പനയുടെ 12% കൈയടക്കിയിരിക്കുന്നത്. സ്വർണത്തിന് ഇത്രയധികം വില കൂടിയിരിക്കുന്ന സമയത്തും സ്വർണവും ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും ഫർണിച്ചറും ഉൾപ്പെടെ 10% വിഹിതമാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസും ഏകദേശം 8%, ഉപഭോക്തൃ ഡ്യൂറബിൾസ്, വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ തുടങ്ങിയവ 7%. ഇനിയിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ വിപണികളിലേക്കും ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കും വരാം. ചൊവ്വാഴ്ച US ഓഹരികൾ സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഡൗ ജോൺസ് 0.47% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.16% ഇടിവും S&P 500 ഫ്ലാറ്റായ രീതിയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ S&P 500ൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ്, എയറോസ്പേസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളായിരുന്നു. കൊക്കക്കോള എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തത് കാരണം സ്റ്റോക്ക് ഉയർന്നു. നെറ്റ്ഫ്ലിക്സ് ഇടിഞ്ഞു. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.49% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.06% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.48% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.66% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.35% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,958 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ നില വെച്ച് ഏകദേശം 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നമുക്ക് ഇപ്പോഴത്തെ നില വെച്ച് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇനിയും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. മറ്റ് സെഷനുകളിൽ നമുക്ക് ആ വാർത്തകളെല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ജോയിൻ ചെയ്യാവുന്നവർ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്.
ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.